രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ വീടിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ വെളിയിൽ 2-3 പശുക്കൾ, ആരുടെയോ പശുക്കൾ മെയ്യാൻ വിട്ടതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് എതിർവശം ഒരു വലിയ കോമ്പൗണ്ടാണ്, കാട് കയറി കിടക്കുക. ഇത്തവണ എന്തുകൊണ്ടോ ധാരാളം മാങ്ങ പിടിച്ചു കിടക്കുന്നത് പഴുത്തിട്ട് താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് മാങ്ങ അവരെന്തോ കൊടുത്തില്ല എന്തോ. അങ്ങനെ ഈ പഴുത്ത മാങ്ങ ഈ പശുക്കൾ ഓരോന്നും എന്നെ നോക്കുന്നുണ്ട്, എന്നിട്ട് ഇത് വായിക്കാത്തിട്ട് ചവയ്ക്കുക. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഈ മാങ്ങയുടെ കൊട്ട അതിൻ്റെ ഉദരത്തിൽ ചെന്നാൽ ദഹിക്കുമായിരിക്കും. പശുവല്ലേ, വലിയ വയറും ഭയങ്കര ദഹന ശേഷിയുള്ള സാധനമാണല്ലോ, അതിൻ്റെ ഉള്ളിൽ വലിയ യന്ത്രമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് അതിനെ നോക്കുവാണ്. അന്നേരം ഞാൻ കണ്ടത് എന്തുവാ, ഇവൻ നല്ല രുചിച്ച് രസിച്ച് നല്ല പഴുത്ത ആ മാങ്ങ, അതിൻ്റെ ആ ഫ്രൂട്ടായിട്ടുള്ള ഭാഗം കഴിച്ചിട്ട് കൊട്ട തുപ്പിക്കളയുക. അങ്ങനെ ഓരോ മാങ്ങയും പറക്കിയിട്ട് അതിൻ്റെ ഫ്രൂട്ടായിട്ടുള്ള ഭാഗം സ്വാദിഷ്ടമായിട്ട് കഴിച്ചിട്ട് തുപ്പിക്കളയുക. എത്ര ബുദ്ധി അതിനുണ്ട്, എന്ത് വിവേകമുണ്ട്. ആ കൊട്ട അത് വിഴുങ്ങാൻ പാടില്ല എന്ന തിരിച്ചറിവ് ഈ പശുവിനുണ്ട്. അപ്പോൾ ഇത്രയും വിവേകവും തിരിച്ചറിവും എല്ലാ മനുഷ്യർക്കും ഉണ്ടോ? അതാണ് എന്നെ ചിന്തിപ്പിച്ചത് ഈ നിരീക്ഷണത്തിലൂടെ, ഈ കാഴ്ചയിലൂടെ. അപ്പം പശു എന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് മാതൃസ്നേഹമാണ്. നമുക്ക് നിത്യേന പാല് തരുന്നു, അമ്മയ്ക്ക് സമാനമാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഈ പശു എനിക്ക് ഇന്ന് നൽകിയ അറിവ് ഇതാണ്, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഇതാണ് നമ്മുടെ അറിവിൻ്റെ മുത്തുകൾ. ഉക്കുലേലെ മെഡിറ്റേഷൻസ്, ധ്യാനം, പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ നിരീക്ഷിക്കുന്ന ബുദ്ധി, നമ്മൾ സെൻസിബിലിറ്റി ആകും സഹജീവികളോട്, സകലരോടും. അതാണ് എല്ലാവരിലും ദൈവസ്നേഹം. സ്നേഹം മാത്രമാണ്, അതിന് വിപരീതമില്ല, പര്യായവുമില്ല. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. പ്രകൃതിയുടേത്, ഗുരുവിൻ്റേത്, അതാണ് യഥാർത്ഥ സ്നേഹം. ബാക്കിയെല്ലാം ആകർഷണീയതയല്ലേ മനുഷ്യൻ തമ്മിലുണ്ടാകുന്നതൊക്കെ, സ്വാർത്ഥ താല്പര്യങ്ങളല്ലേ, പരസ്പരം ഓരോ കാരണങ്ങൾ കൊണ്ടല്ലേ ഈ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഇണക്കവും പിണക്കവും ഒക്കെ വഴക്കവും ഒക്കെ ആയിട്ട് കലാശിക്കുന്നത്. അത് സ്നേഹമാണോ? സ്നേഹം മാത്രം. അവിടെ വഴക്കും പരിഭവവും ഒന്നുമില്ല, നത്തിങ്. അത് ആകർഷണീയതാണ് മനുഷ്യൻ തമ്മിലുണ്ടാകുന്നത്. സ്നേഹം പ്രകൃതിയുടേത്, ദൈവത്തിൻ്റേത്, പൂർണ്ണനായ ഗുരുവിൻ്റേത്. ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഓരോ കോശങ്ങൾ എന്താണ്. അതാണ് ദൈവികമായ സ്നേഹം. എങ്കിൽ വിവേകം, വിവേചനം, ആ സെൻസിബിലിറ്റി ഉണ്ടാവും. അതാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. 9605743596 എന്ന നമ്പർ വിളിക്കൂ, മെഡിറ്റേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഭൗതിക തലത്തിലും പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ. വരിക, ഉക്കുലേലെ മെഡിറ്റേഷൻസ്. ഇനി ലോകത്തിന് ഇതാണ് മരുന്ന്. മാനസിക തലത്തിലുണ്ടാകുന്ന മാറ്റം ശാരീരിക ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. വരിക, സ്നേഹം മാത്രം നീണാൽ വാഴട്ടെ. വെൽക്കം. ഗോഡ് ബ്ലെസ് യു ആൾ.